വാഹനാപകടത്തിൽ 4 പേർ മരിച്ച സംഭവത്തിൽ പരിക്കേറ്റവർ ആശുപത്രിയിലേക്കാണ് നമ്മൾ അല്ലെങ്കിൽ ആ മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്ന ആശുപത്രിയിലേക്ക് നമുക്ക് അവിടെ മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, നമുക്കറിയാം 4 പേർ മരണപ്പെടുന്ന സാഹചര്യം, നവദമ്പതികളടക്കം അവരുടെ അച്ഛന്മാരും അടക്കം 4 പേർ മരിച്ച ആ സംഭവം. അവരെ ഇപ്പോൾ ആശുപത്രിയിലാണല്ലോ ഇപ്പോൾ ഈ മൃതദേഹങ്ങളുള്ളത്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാവേണ്ടതുണ്ട്. ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എവിടെയാണ്? ഏത് ആശുപത്രിയിലാണ് മിഥുൻ മുരളി? കോന്നിയിലാണോ? കോന്നി താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത്. ഇവിടെ നിന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കാണ് മൃതദേഹങ്ങൾ മാറ്റുന്നത്. അനുവിന്റെ മൃതദേഹം പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലുണ്ട്. അവിടെ നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ച പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കും. ഇപ്പോൾ 2 മൃതദേഹങ്ങൾ ഇവിടെ നിന്നും ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഒരു മൃതദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കും. അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ. തുടർന്ന് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആംബുലൻസ് അവസാനത്തെ പത്തനംതിട്ട കോന്നി താലൂക്ക് ആശുപത്രിയിൽ നിന്നും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നതിന് സജ്ജമാക്കിയിരിക്കുന്ന ആംബുലൻസിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ ആംബുലൻസിനുള്ളിൽ മൃതദേഹമുണ്ട്. ഒരു മൃതദേഹമാണ് ഇനി കൊണ്ടുപോകാനുള്ളത്. 2 മൃതദേഹങ്ങൾ ഇതിനോടകം തന്നെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ തന്നെ ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. മരിച്ചത് ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. നവംബർ മാസം 30-ാം തീയതി ആയിരുന്നു അവരുടെ വിവാഹം. മല്ലേശ്ശേരി സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളി. അയൽവാസിയാണോ ബന്ധുവാണോ? അയൽവാസിയാണ്. നവംബർ മാസം 30-ാം തീയതിയാണ് നിഖിലിൻ്റെയും അനുവിൻ്റെയും വിവാഹം മല്ലേശ്ശേരി സെന്റ് മേരീസ് കത്തോലിക്ക ദേവാലയത്തിൽ വെച്ച് നടന്നത്. അതിനുശേഷം അവർ ഹണിമൂൺ ആഘോഷിക്കുന്നതിന് വേണ്ടി മലേഷ്യയിലേക്ക് പോയതാണ്. പോയതിനു ശേഷം തിരികെ വന്ന് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഇരുവരുടെയും അനുവിൻ്റെയും നിഖിലിൻ്റെയും പിതാക്കന്മാരാണ് കാറുമായിട്ട് പോയത്. വരുന്ന വഴിക്ക് വെച്ച് കലഞ്ഞൂർ വെച്ചാണ് ഈ അപകടം നടന്നത്. ഈ ബന്ധുക്കളൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. സംസ്കാരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും വിവരം ലഭിച്ചോ? മരണപ്പെട്ട ബിജു ജോർജിൻ്റെ സഹോദരൻ വിദേശത്ത് എവിടെ ആണ് ജോലി ചെയ്യുന്നത്. അവരുടെ സമയം കൂടെ അറിഞ്ഞിട്ടായിരിക്കും സംസ്കാര തീയതി നിശ്ചയിക്കുക. ജനറൽ ആശുപത്രിയിലാണ് ഈ 4 പേരുടെയും പോസ്റ്റ്മോർട്ടം അല്ലേ? പത്തനംതിട്ട ജനറൽ ആശുപത്രിയാണ് 4 പേരുടെയും പോസ്റ്റ്മോർട്ടം എന്നാണ് അറിയാൻ കഴിയുന്നത്. 2 പേരുടെ കൊണ്ടുപോയി മൃതദേഹം. 2 പേരുടെ മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. ഒരാളുടെ മൃതദേഹം പത്തനംതിട്ട സ്വകാര്യ ആശുപത്രിയിലുണ്ട്. ഒരാളുടെ ഇവിടെ ഇവിടുന്ന് എടുക്കാനുണ്ട്. അനുവിന്റെയും ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടാണോ പോസ്റ്റ്മോർട്ടം, അതോ അവിടെ തന്നെ സ്വകാര്യ? പോസ്റ്റ്മോർട്ടം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 പേരുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ഒരാളുടെ മൃതദേഹമാണ് ഇപ്പോൾ ആംബുലൻസിലുള്ളത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് 4 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. പിന്നീടായിരിക്കും സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ബന്ധുക്കൾ കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷമായിരിക്കും. ഒരു കുടുംബത്തിലെ 4 ആളുകളാണ്. വിദേശത്തുള്ള ആളുകൾ ഉൾപ്പെടെ നാട്ടിലേക്ക് എത്താനുണ്ട്. ബിജുവിന്റെ ബന്ധുക്കളടക്കം വിദേശത്ത് ഉണ്ട് എന്നാണ് അയൽവാസിയിൽ നിന്നും ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാം എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇനി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു മൃതദേഹമാണ്. ആ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്നും പുറപ്പെടും. ആ മൃതദേഹം ആംബുലൻസിന് ഉള്ളിൽ ഉണ്ട്. ദാരുണമായ സംഭവമായിരുന്നു. നടുക്കത്തോടെയാണ് ഇന്ന് പ്രഭാതവും കേരളം ഉണർന്നത്. കഴിഞ്ഞ രാത്രി ഉറങ്ങാൻ പോയതും നടുക്കത്തോടെയായിരുന്നു. പാലക്കാട് ദുരന്ത വാർത്തയുടെയൊക്കെ നടുക്കം വിട്ടുമാറാത്ത സാഹചര്യത്തിൽ തന്നെയാണ് വീണ്ടും ഒരു അപകട വാർത്ത കേട്ടുകൊണ്ട് കേരളം ഉണരുന്നത്. പുതിയൊരു പ്രഭാതത്തിലേക്ക് ഉണരുന്നത്. ദുഃഖാർദ്രമായിട്ടുള്ള ദിവസങ്ങളാണ് തുടർച്ചയായി ഉണ്ടാകുന്നത്. ആ ദുഃഖാർദ്രമായിട്ടുള്ള ദിവസങ്ങളിൽ സംഭവിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോഴും നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിനുള്ളിൽ മൃതദേഹമുണ്ട്. വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായത്. രാവിലെ 4:05 ഉണ്ടായ അപകടം. മലേഷ്യയിൽ നിന്ന് മധുവിധു കഴിഞ്ഞ് എത്തിയ നവദമ്പതികളെ സ്വീകരിക്കാൻ പോയ പിതാക്കന്മാർ അനു നിഖിൽ എന്ന 2 നവദമ്പതികളുടെ പിതാക്കന്മാർ മത്തായി ഈപ്പനും ബിജുവും 4 പേർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെടുന്നു. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സുമായി കൂട്ടിയിടിച്ച് ദാരുണമായിട്ടുള്ള അപകടം ഉണ്ടാകുന്നു. 3 പേർ തൽക്ഷണം തന്നെ മരിക്കുന്നു. അനുവിന് നേരിയ ജീവൻ ഉണ്ടായിരുന്നു. അനുവിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അനുവിനെ എത്തിക്കുന്നു. പക്ഷേ അനുവിന്റെ ജീവനും നഷ്ടമാകുന്നു. പിന്നീട് 4 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതെ മിഥുൻ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. 4 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട്. അനുവിൻ്റെ മൃതദേഹമുള്ളത് സ്വകാര്യ ആശുപത്രിയിലാണ്. അവിടെ നിന്നും കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരും. അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ എന്നാണ്. പോസ്റ്റ്മോർട്ടം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ്. കോന്നി താലൂക്ക് ആശുപത്രിയിലാണ് 3 പേരുടെയും മൃതദേഹം ഉണ്ടായിരുന്നത്. കാരണം അനുവിൻ്റെ മൃതദേഹം ഒരു സ്വകാര്യ ആശുപത്രിയിൽ കാണാനുള്ള സാഹചര്യം, അനുവിനെ ആ സമയത്ത് മരണം നടന്നിരുന്നില്ല. വളരെ പെട്ടെന്ന്
ആളുകൾ ആ കോന്നിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചതാണ് എന്ന് വേണം കരുതാൻ. അവിടെ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഇനി അവിടെ നിന്നും അനുവിൻ്റെ മൃതദേഹം കോന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് 4 മൃതദേഹങ്ങൾ ഒന്നിച്ച് ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തന്നെ പൂർത്തിയാക്കാനാണ് സാധ്യത. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഒരാളുടെ ബിജു ജോർജിൻ്റെ, അതായത് അനുവിൻ്റെ അച്ഛൻ അല്ലേ, അനുവിൻ്റെ അച്ഛനാണെന്ന് തോന്നുന്നു, അനുവിൻ്റെ അച്ഛൻ ബിജു ജോർജിൻ്റെ സഹോദരൻ വിദേശത്തുണ്ട്. അദ്ദേഹം കൂടി എത്തിയ ശേഷമായിരിക്കും സംസ്കാരം തീരുമാനിക്കുക എന്ന് പറയുന്നു. കഴിഞ്ഞ മാസം 30-നായിരുന്നു ഇവരുടെ വിവാഹം, നിഖിലിൻ്റെയും അനുവിൻ്റെയും. അവർ കോന്നി MLA ജിനേഷ് കുമാറിൻ്റെ പ്രതികരണം അതിലേക്ക്. അതെ, ഇൻക്വസ്റ്റ് നടപടികളെല്ലാം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. വളരെ വേഗം തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതോടൊപ്പം തന്നെ ഇനിയും നിഖിലിൻ്റെ സഹോദരിയൊക്കെ പുറത്തുനിന്ന് വരണം. വന്നതിന് ശേഷം കുടുംബവും ഇടവകയും ഒക്കെ ആയിട്ട് ആലോചിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നതാവും. അല്ല, ഞാനിതിന് ശേഷം പാകുന്നുണ്ട്. ഞാൻ അവിടെ മറ്റാളുകൾ ഉണ്ടായിരുന്ന, രാവിലെ പങ്കെടുത്ത ആളുകളോടൊക്കെ സംസാരിച്ചിരുന്നു ഇതിൽ. അപ്പോൾ അവർ ഓടിച്ചെല്ലുമ്പോൾ 3 ആളുകൾ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. ഫയർഫോഴ്സും മറ്റുമെല്ലാം എത്തി. ആ പെൺകുട്ടിയുടെ മാത്രമായിരുന്നു ജീവനുണ്ടായിരുന്നത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് പെൺകുട്ടിയും മരണപ്പെട്ടു. പൊതുവിൽ പോലീസിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഉറങ്ങിപ്പോവാനുള്ള ഒരു സാധ്യതയാണ് അവർ പറയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അവർക്ക് അതിനെ സംബന്ധിച്ചൊരു വ്യക്തത വരുത്താൻ കഴിയൂ. ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഉറങ്ങിപ്പോവാനുള്ള സാധ്യതയാണ്. വാഹനം അമിതമായ വേഗത്തിലുമാണ് എന്ന് പറയപ്പെടുന്നു. അത് എന്താണ് ഈ റൂട്ടിൽ സ്ഥിരം അപകടം നടക്കുന്നത്, അപ്പോൾ നമുക്കറിയാം ആ റോഡിൻ്റെ പണി പൂർണ്ണമായി പൂർത്തിയായിട്ടില്ല. സൈൻ ബോർഡുകളെല്ലാം വച്ച് വരുന്നതേ ഉള്ളൂ. നമ്മുടെ റോഡ് നല്ല നിലയിൽ ഉയർന്നതിന് ശേഷം ധാരാളം ആളുകൾ ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് എറണാകുളം വഴി പോകുന്ന എല്ലാ ആളുകളും ആ റോഡാണ് ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ശബരിമല തീർത്ഥാടന സമയത്ത് തമിഴ്നാടിൻ്റെ ഒരു ഭാഗത്തു നിന്ന് വരുന്ന തീർത്ഥാടകരെല്ലാം ഈ റോഡ് ഉപയോഗിക്കപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്. നല്ല നിലയിൽ റോഡ് കിടക്കുന്നത് കൊണ്ട് തന്നെ വാഹനങ്ങൾ അമിതമായി സ്പീഡ് എടുക്കുന്നു എന്നൊരു പരാതി നാട്ടുകാരുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഈ അടുത്ത സമയത്തായി റോഡ് മെച്ചപ്പെട്ടതിന് ശേഷം ചെറുതാണെങ്കിലും പല അപകടങ്ങൾ നടന്നു കഴിഞ്ഞു. അപ്പോൾ അത് അടിയന്തരമായി അതൊരു പരിശോധന നടത്തേണ്ടതാണ്.